നമസ്കാരം. നൈസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാമ്പുകളെ അറിയുന്നതിന് എന്ന പേരിൽ കാഞ്ഞിരത്തിങ്കൽ യുവജന വായനശാലയിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മേലെ പട്ടിത്തടം സെന്റ് ഗ്രിഗോറിയോസ് കുരിശുപള്ളി പെരുന്നാളോടനുബന്ധിച്ചുള്ള തയ്യൽ മെഷീൻ വിതരണവും ജീവകാരുണ്യ പ്രവർത്തനവും ശ്രദ്ധേയമായി. പഴനിയിൽ വീടിന് തീപിടിച്ച് വയോധികയ്ക്ക് പൊള്ളലേറ്റു. സാന്ത്വന ദിനാചരണത്തോടനുബന്ധിച്ച് കുന്നംകുളത്ത് മഹാവിപണന മേള സംഘടിപ്പിച്ചു. കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ പെരുന്നാളിന് ഭക്തിസാന്ദ്രമായ തുടക്കം. അപകട ഭീഷണി ഉയർത്തിയിരുന്ന മരം KSEB അധികൃതർ മുറിച്ചു മാറ്റി. മേലെ പാട്ടിത്തടം സെന്റ് ഗ്രിഗോറിയോസ് കുരിശുപള്ളി പെരുന്നാൾ സമാപിച്ചു. വാർത്തകൾ വിശദമായി. പാമ്പുകളെ അറിയുന്നതിന് എന്ന പേരിൽ കാഞ്ഞിരത്തിങ്കൽ യുവജന വായനശാലയിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ജനുവരി 15 ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് കാഞ്ഞിരത്തിങ്കൽ യുവജന വായനശാലയുടെ ആഭിമുഖ്യത്തിൽ പാമ്പുകളെ അറിയുന്നതിന് എന്ന പേരിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഉച്ചയ്ക്ക് 3 മണിക്ക് നടന്ന ബോധവൽക്കരണ ക്ലാസ് കേരളത്തിലെ പ്രമുഖ വന്യജീവി സംരക്ഷകൻ ശ്രീ സേവ്യർ എൽത്തുരുത്താണ് നയിച്ചത്. കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സദാനന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ച പരിപാടിയിൽ ലൈബ്രറി കൗൺസിൽ പഞ്ചായത്ത് തല നേതൃസമിതി കൺവീനർ KT ഷാജൻ മാസ്റ്റർ മുഖ്യ അതിഥിയായിരുന്നു. വിവിധ ഇനം പാമ്പുകളെ കുറിച്ചും പാമ്പ് കടിച്ചാൽ സ്വീകരിക്കേണ്ട പ്രഥമ ശുശ്രൂഷകളെ കുറിച്ചും ബോധവൽക്കരണ ക്ലാസ്സിൽ ശ്രീ സേവ്യർ എൽത്തുർ സംസാരിച്ചു. നമ്മൾ പാമ്പിനെ കുറിച്ചിട്ടുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ് ആണ്, അല്ലാണ്ട് പാമ്പ് ഷോ അല്ല. നിങ്ങളെല്ലാവരും വിചാരിക്കും സേവാട്ടം പാമ്പിനെ എടുത്ത് മൂർക്കനെ പുറത്തേക്ക് എടുത്തു, 2 കിസ് ചെയ്തു, മുട്ടി. ആ പരിപാടിയൊന്നും നമ്മൾ ചെയ്യില്ല. അതൊക്കെ ചെയ്യുന്ന വേറെ ആൾക്കാരുണ്ട്. പിന്നെ ഇത് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള പാമ്പുകള് ഞാൻ വളർത്തണ പാമ്പുകളല്ല. തൃശ്ശൂർ ജില്ലയിലെ 2 ദിവസത്തെ കളക്ഷനാണ്. അതായത് എന്ന് വെച്ചാൽ പണ്ട് അങ്ങനെയല്ല. പണ്ട് പാമ്പുകൾക്കിരിക്കാനുള്ള ലൊക്കേഷൻ വേണ്ട വളർപ്പ് കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ പാമ്പുകളെല്ലാം നമ്മുടെ വീടിനോട് ചേർന്നാണ്. പെട്ടെന്ന് കിഡ്നി ഡാമേജ് ആവും, എത്രയും പെട്ടെന്ന് ഡയാലിസിസ്. ഈ 2 പാമ്പുകളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളൂ. മൂന്നാമത് നമുക്ക് ആൻഡമാൻ നിക്കോബാർ ഭാഗങ്ങൾ പഠിക്കാൻ മയോടോക്സിക് ആണ്, സീസ്നേക്ക് ആണ്, മസിൽസിനെയാണ് ബാധിക്കുക. നമുക്കിവിടെ പഠിക്കാനില്ല. ഇത് പറഞ്ഞു വേണ്ട ഉദ്ദേശത്തോളോ പണ്ട് ആയുർവേദ ചികിത്സ, വിഷകല്ല് ചികിത്സ, പച്ചമരുന്ന് ചികിത്സ ഇതെല്ലാം ഉണ്ടായിരുന്നു. ശരിയാണ്, എത്രയും മനോഹരനോട് കൊണ്ട് നോക്കണം. അപ്പൊ ആ കാശടക്കി നല്ലൊരു അവിടേക്ക് ശ്രദ്ധ പോയി കണ്ട. ഇതൊക്കെ ഇങ്ങനെ കാണാം. ഇങ്ങനെയാണ് നേടില്ല. അപ്പൊ ഇങ്ങനെ ഫ്രണ്ട് കാണുമ്പോ ബാക്കിന് തീരെ മാപ്പും. ബാക്കി ചില കാച്ചർമാര് ധൈര്യമുള്ളവർ ചെയ്യാൻ ഇങ്ങനെ കാട്ടിയിട്ട് 2 കിസ് ഇതൊരു സംഭവം ഉണ്ടായ കേസ് പറയാം. ഒരു 2 വർഷമായി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു മേലെ പട്ടിത്തടം സെന്റ് ഗ്രിഗോറിയോസ് കുരിശുപള്ളി പെരുന്നാളോടനുബന്ധിച്ചുള്ള തയ്യൽ മെഷീൻ വിതരണവും ജീവകാരുണ്യ പ്രവർത്തനവും ശ്രദ്ധേയമായി. മേലെ പട്ടിത്തടം സെന്റ് ഗ്രിഗോറിയോസ് കുരിശുപള്ളി പെരുന്നാളോടനുബന്ധിച്ച് ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി നവരത്ന പെരുന്നാൾ ആഘോഷ കമ്മിറ്റി സൗജന്യമായി തയ്യൽ മെഷീൻ വിതരണം ചെയ്തു. 13 മെഷീനുകളാണ് വിതരണം ചെയ്തത്. നക്ഷത്ര പെരുന്നാൾ ആഘോഷ കമ്മിറ്റിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒരു സാധു കുടുംബത്തിന് 50,000 രൂപ വിതരണം ചെയ്തു. ജീവകാരുണ്യ രംഗത്ത് വ്യത്യസ്തമായ പ്രവർത്തനങ്ങളാണ് നവരത്ന പെരുന്നാൾ കമ്മിറ്റിയും നക്ഷത്ര പെരുന്നാൾ കമ്മിറ്റിയും കാഴ്ചവെക്കുന്നത്. ഫാദർ ജെൻസൺ പത്തനംതിട്ട, പഴഞ്ഞി കത്തീഡ്രൽ ട്രസ്റ്റി അനീഷ് സി ജോർജ്, കമ്മിറ്റി അംഗം ഡെന്നി, കാട്ടകാമ്പാൽ പഞ്ചായത്ത് അംഗം മോളി തമ്പി എന്നിവർ ജീവകാരുണ്യ ചടങ്ങിൽ സംബന്ധിച്ചു. പെരുന്നാൾ ദേശത്തിന്റെ ഉത്സവമാണ്. പ്രത്യേകിച്ച് കുന്നംകുളത്തുകാരെ സംബന്ധിച്ച് ഓരോ ദേശക്കാരുമാണ് പെരുന്നാൾ കൊണ്ടാടുന്നത്. അതുകൊണ്ട് ദേശം മുഴുവൻ ഒന്നിച്ച് അനുഗ്രഹം പ്രാപിക്കുക. പ്രത്യേകിച്ച് ഇവിടെ ഏറ്റവും സന്തോഷമായിട്ട് ഇരിക്കുന്നത് നവരത്ന പെരുന്നാൾ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 13 തയ്യൽ മെഷീൻ വിതരണം ചെയ്യുന്നു. അതുപോലെ തന്നെ
നക്ഷത്ര പെരുന്നാൾ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരു കുടുംബത്തിന് 50,000 രൂപ ധനസഹായം നൽകുന്നു. ഇതൊക്കെ വളരെ സന്തോഷം നൽകുന്ന, ഈശ്വരാനുഗ്രഹം ഉണ്ടാകുന്ന, ദൈവകൃപ ജീവിതത്തിൽ എല്ലായ്പ്പോഴും പ്രാപിക്കാൻ തക്കവണ്ണം സഹായിക്കുന്ന കർമ്മങ്ങളാണ്. പരിശുദ്ധമായ പരിമള തിരുമേനിയുടെ പെരുന്നാൾ കൊണ്ടാടുന്നു. നവരത്ന പെരുന്നാളാഘോഷ കമ്മിറ്റിയുടെ 7ാമത്തെ വർഷമാണ് ഈ 13 തയ്യൽ മിഷൻ ഇവിടെ വിതരണം ചെയ്യുന്നത്. പഴനിയിൽ വീടിന് തീപിടിച്ച് വയോധികയ്ക്ക് പൊള്ളലേറ്റു. പഴനി മഹാൻ ഓഡിറ്റോറിയത്തിന് സമീപം കരിപ്പാൽ പറമ്പിലെ തങ്ക എന്ന സ്ത്രീയുടെ വീടിന് തീപിടിച്ചു. വീട്ടിലെ ഷോർട്ട് സർക്യൂട്ടിൽ നിന്നാണ് തീ പടർന്നതെന്ന് കരുതുന്നു. സമീപത്തുള്ള വീട്ടിൽ പോയിരുന്ന തങ്ക ശബ്ദം കേട്ട് വീട്ടിലെത്തി മുറി തുറന്നപ്പോഴാണ് തീ കണ്ടത്. മുഖത്ത് പൊള്ളലേറ്റ തങ്കയെ കോട്ടോൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി പ്രാഥമിക ശുശ്രൂഷ നൽകി. ഓടിക്കൂടിയ ജനങ്ങളാണ് തീ കെടുത്താൻ സഹായിച്ചത്. മുറിക്കുള്ളിലുണ്ടായിരുന്ന കിടക്ക, കട്ടിൽ, തുണിത്തരങ്ങൾ എന്നിവ പൂർണ്ണമായും കത്തിനശിക്കുകയും TV, മറ്റു ഉപകരണങ്ങൾ എന്നിവയ്ക്ക് കേടുപറ്റുകയും ചെയ്തു. സാന്ത്വന ദിനാചരണത്തോടനുബന്ധിച്ച് കുന്നംകുളത്ത് മഹാവിപണനമേള സംഘടിപ്പിച്ചു. സാന്ത്വന ദിനാചരണത്തോടനുബന്ധിച്ച് കുന്നംകുളം നഗരസഭ താലൂക്ക് ആശുപത്രിയുടെ നേതൃത്വത്തിൽ നിർധന രോഗികൾക്ക് ചികിത്സാ സഹായം ലഭ്യമാക്കുന്നതിന് മഹാവിപണനമേള സംഘടിപ്പിച്ചു. ഭക്ഷ്യമേള, കരകൗശല വിപണനമേള, സൗജന്യ രക്തപരിശോധന, വസ്ത്രമേള എന്നിവ ഉണ്ടായിരുന്നു. വിപണനമേളയിൽ നിന്നും ലഭിക്കുന്ന ലാഭം പാവപ്പെട്ടവരെ സഹായിക്കാനാണ് ചിലവഴിക്കുന്നത്. കുന്നംകുളം ബോയ്സ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ നറുക്കെടുപ്പ് കൂപ്പണിന്റെ ആദ്യ വിൽപ്പന കുന്നംകുളം നഗരസഭ വൈസ് ചെയർമാൻ ശ്രീ PM സുരേഷ് നിർവഹിച്ചു. ചാരിറ്റി ബോക്സ് ഉദ്ഘാടനം ആരോഗ്യകാര്യ അധ്യക്ഷ ശ്രീമതി സുമ ഗംഗാധരൻ നിർവഹിച്ചു. രോഗികൾക്കുള്ള കിറ്റ് വിതരണം, സാന്ത്വന പരിചരണ ദിനാചരണ സന്ദേശം എന്നിവയും ഉണ്ടായിരുന്നു. ഫണ്ട് ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. തീർച്ചയായും സ്കൂൾ മാനേജ്മെന്റിന്റെ കഴിവുള്ള സഹകരണം പേനാൻകാലിന്റെ കേരള വർഷങ്ങളായി ഉണ്ട്. ഈ വർഷവും ഉണ്ടായിരിക്കും, അടുത്ത വർഷവും ഉണ്ടായിരിക്കും. ഞങ്ങൾ എല്ലാ കാലത്തും ഈ പ്രസ്ഥാനത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഫണ്ടുകൾ വളരെ കുറവാണ്. ആ ഫണ്ട് സമാഹരണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നും നമ്മൾ ഓരോരുത്തരുടെ സ്പോൺസർ മാത്രം കിട്ടിയാൽ പോരാ എന്നുള്ളത് കൊണ്ട് തന്നെ മാത്രമാണ് നമ്മളിപ്പോൾ ഇന്ന് ഈ ഒരു മഹാവിപണനമേള മാർഗമില്ലാതെ ബുദ്ധിമുട്ടുന്നവരാണ് എന്ന ആ ഒരു ദുഃഖസത്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇതിൽ മുഴുവൻ ആളുകളും സഹകരിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കൂപ്പൺ ഇന്നിവിടെ അച്ചടിച്ചുകൊണ്ട് ഇന്ന് ആദ്യത്തെ കൂപ്പൺ വിതരണം ചെയ്യാൻ പോകുന്നത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.
ബാക്ക് ഹോം, ഗ്രൗണ്ട് ഫ്ലോർ, MAB ആർക്കേഡ്, ജെറുസലേം, പഴഞ്ഞി. കൊതിയൂറും രുചിക്കൂട്ടുകളുമായി MAB ബാക്ക് ഹോം ഡിസംബർ 17 ശനിയാഴ്ച രാവിലെ 8 മണിക്ക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. തദവസരത്തിലും തുടർന്നും താങ്കളുടെയും കുടുംബത്തിന്റെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. MAB ബാക്ക് ഹോം, ഗ്രൗണ്ട് ഫ്ലോർ, MAB ആർക്കേഡ്, ജെറുസലേം, പഴഞ്ഞി. എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജ ഏജൻസീസ് കുന്നംകുളം, ഞങ്ങളുടെ സഹോദര സ്ഥാപനം കവിത ബുക്ക് ഇൻഡസ്ട്രീസ് കാഞ്ഞിരമുക്ക്. 4She കളക്ഷൻസ് നിയർ MAB സൂപ്പർ മാർക്കറ്റ്, പഴഞ്ഞി റോഡ്, ജെറുസലേം. വസ്ത്രങ്ങൾ ഇനി നിങ്ങൾക്കും ഹോൾസെയിൽ വിലയിൽ. മാറിവരുന്ന ഫാഷൻ സങ്കല്പങ്ങൾക്ക് യാഥാർത്ഥ്യമേകുവാൻ, യഥാർത്ഥ വിലക്കുറവിൽ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ആധുനിക രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നു. ചുരിദാറുകൾ, ചുരിദാർ മെറ്റീരിയലുകൾ, സാരികൾ, പർദ്ദകൾ, ടോപ്പുകൾ, ട്രെൻഡ് വെയറുകൾ തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ ഏറ്റവും പുതിയ ഫാഷൻ വസ്ത്രങ്ങൾ, കിഡ്സ് ആൻഡ് ന്യൂ ബോൺ, ബേബി കളക്ഷനുകൾ, ഫാൻസി ഫുട്വെയർ ആൻഡ് ബാഗുകൾ, കൂടാതെ ഇഷ്ടാനുസരണം വസ്ത്രങ്ങൾ ഒരുക്കിയെടുക്കുവാൻ ലേഡീസ് ആൻഡ് ജെന്റ്സ് സ്റ്റിച്ചിങ് സൗകര്യവും. 4She കളക്ഷൻസ് നിയർ MAB സൂപ്പർ മാർക്കറ്റ്, പഴഞ്ഞി റോഡ്, ജെറുസലേം. വാർത്തകൾ തുടരുന്നു. കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ പെരുന്നാളിന് ഭക്തിസാന്ദ്രമായ തുടക്കം. കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ തിരുനാളിന് ഭക്തിസാന്ദ്രമായ തുടക്കം. ഇന്നു രാവിലെ 6 മണിക്ക് വിശുദ്ധ കുർബാന, രാവിലെ 9 മണിക്ക് ഫാദർ നിതിൻ ചക്കാലക്കൽ SDV മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന തിരുനാൾ പാട്ടുകുർബാന എന്നിവയും ഉണ്ടായിരുന്നു. ഫാദർ ഡോക്ടർ നൈസൺ എലന്താനത്ത് തിരുനാൾ കുർബാനയിൽ സന്ദേശം നൽകി. തുടർന്ന് 11 മണിക്ക് തിരുനാൾ പ്രദക്ഷിണവും നടന്നു. രാത്രി 9 മണിക്ക് വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ് സമാപനവും, രാത്രി 10 മണിക്ക് സംയുക്ത ബാൻഡ് മേളവും, 10:30 സമാപനവും നടന്നു. തിരുനാൾ 16/1/2017 തിങ്കളാഴ്ചയും ഉണ്ടാകും. അപകട ഭീഷണി ഉയർത്തിയിരുന്ന മരം KSEB അധികൃതർ മുറിച്ചുമാറ്റി. അപകട ഭീതിയിലായ മരം KSEB അധികൃതർ മുറിച്ചുമാറ്റി. പഴഞ്ഞി MD കോളേജിന് മുന്നിലുള്ള പൂമരമാണ് ഇലക്ട്രിക് പോസ്റ്റിന് മുകളിലൂടെ പോയി അപകട ഭീഷണി ഉയർത്തിയിരുന്നത്. പോസ്റ്റ് സ്ഥാപിക്കുമ്പോൾ ചെറുതായിരുന്ന ഈ മരം പിന്നീട് വലുതായപ്പോൾ ഇലക്ട്രിക് പോസ്റ്റിന് ചുറ്റുമാണ് വളർന്നു വന്നത്. ദിവസേന നിരവധി വാഹനങ്ങളും ജനങ്ങളും കടന്നുപോയിരുന്ന പ്രധാന പാതയിൽ മരം നിൽക്കുന്നത് വലിയ അപകട ഭീഷണി ഉയർത്തുന്നുവെന്ന് നൈസ് TV മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു. പൂമരം മുറിച്ചു മാറ്റിയതോടെ അപകട ഭീഷണി ഒഴിവായ ആശ്വാസത്തിലാണ് നാട്ടുകാർ. മേലെപ്പാട്ടിത്തടം സെന്റ് ഗ്രിഗോറിയോസ് കുരിശുപള്ളി പെരുന്നാൾ സമാപിച്ചു. പരിശുദ്ധ പെരുമല തിരുമേനിയുടെ നാമധേയത്തിലുള്ള കുരിശുപള്ളി പെരുന്നാളിനോടനുബന്ധിച്ച് ജനുവരി 15 ഞായറാഴ്ച രാവിലെ 7:30 പ്രഭാത നമസ്കാരവും 8:30 വിശുദ്ധ കുർബാനയും നടന്നു. പത്തനംതിട്ടയിലുള്ള ഫാദർ ജെൻസനാണ് വിശുദ്ധ കുർബാന അർപ്പിച്ചത്. വൈകിട്ട് 4:15 കൊടിയും ശ്രീബായുമേന്തി മാർ ബസേലിയോസ് കുരിശുപള്ളിയിലേക്ക് പ്രദക്ഷിണവും 4:45 ആശീർവാദവും തുടർന്ന് നേർച്ച വിളമ്പും ഉണ്ടായി. വികാരി ഫാദർ സൈമൺ വാഴപ്പള്ളി, സഹവികാരി ഫാദർ മാത്യു വർഗീസ് കുളങ്ങാട്ടിൽ, കൈസ്ഥാനി അനീഷ് C. ജോർജ്, സെക്രട്ടറി സജു K. ഡേവിഡ്, കമ്മിറ്റി അംഗം ഡെന്നി,
കൺവീനർമാരായ സുഗു കുറ്റിക്കാട്, AK സൈമൺ, AV ജോർജ് എന്നിവരടങ്ങുന്ന കമ്മിറ്റിയാണ് പെരുന്നാളിന് നേതൃത്വം നൽകിയത്. കർത്താവിൽ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഈ പ്രദേശത്തെ നാനാജാതി മതസ്ഥരായ പ്രിയപ്പെട്ട ഈ കുരിശുപള്ളിയുടെ പെരുന്നാൾ വളരെ അനുഗ്രഹപ്രദമായി പൂർത്തീകരിക്കുവാൻ ദൈവതമ്പുരാൻ സഹായിച്ചു. ഈ പ്രദേശത്തെ നാനാജാതി മതസ്ഥരായ എല്ലാ പ്രിയപ്പെട്ടവരുടെയും ഒരു മനസ്സോടെയുള്ള പ്രവർത്തനം വളരെ ശ്ലാഘനീയമാണ് എന്നുള്ളതിൽ സംശയമില്ല. ഈ കുരിശുപള്ളിയുടെ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചേർത്താവിനാൽ നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാമ്പുകളെ അറിയുന്നതിന് എന്ന പേരിൽ കാഞ്ഞിരത്തിങ്കൽ യുവജന വായനശാലയിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മേലെ പട്ടിത്തടം സെന്റ് ഗ്രിഗോറിയോസ് കുരിശുപള്ളി പെരുന്നാളോടനുബന്ധിച്ചുള്ള തയ്യൽ മെഷീൻ വിതരണവും ജീവകാരുണ്യ പ്രവർത്തനവും ശ്രദ്ധേയമായി. പഴനിയിൽ വീടിന് തീപിടിച്ച് വയോധികയ്ക്ക് പൊള്ളലേറ്റു. സാന്ത്വന ദിനാചരണത്തോടനുബന്ധിച്ച് കുന്നംകുളത്ത് മഹാവിപണന മേള സംഘടിപ്പിച്ചു. കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ പെരുന്നാളിന് ഭക്തിസാന്ദ്രമായ തുടക്കം. അപകട ഭീഷണി ഉയർത്തിയിരുന്ന മരം KSEB അധികൃതർ മുറിച്ചു മാറ്റി. മേലെ പട്ടിത്തടം സെന്റ് ഗ്രിഗോറിയോസ് കുരിശുപള്ളി പെരുന്നാൾ സമാപിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.